ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വീഡിയോ. നമ്മളിന്നിവിടെ നോക്കാൻ പോകുന്നത് ബിജു മേനോന്റെ ഒരു സിനിമ ഈ അടുത്ത് റിലീസ് ആയിട്ടുണ്ടായിരുന്നു. നടന്ന സംഭവം എന്നാണ് ആ പടത്തിന്റെ പേര്. സോ അത് എനിക്ക് തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയിരുന്നില്ല. അത് തിയേറ്ററിൽ ഇറങ്ങിയിരുന്ന സമയത്ത് എനിക്ക് ആക്ച്വലി വയ്യാണ്ടാവുകയും അതുപോലെ തന്നെ ഇവിടെ അടുത്ത് ഞാൻ കാണാനുള്ള ഒരു പ്രാപ്തിയിലേക്ക് എത്തി വന്നപ്പോഴത്തേക്കും ഇവിടെ തൃശ്ശൂർ ഇനോക്സിൽ മാത്രമാണ് പടം കളിച്ചിട്ടുണ്ടായിരുന്നത്. സോ അത് അവിടം വരെ പോയി കാണാനുള്ളൊരു ശേഷി ഇല്ലാത്തത് കൊണ്ട് ഞാനത് തൽക്കാലം സ്കിപ്പ് ചെയ്യാമെന്ന് തന്നെ വിചാരിച്ചു. അങ്ങനെ ഈ ഒരു സിനിമ OTT-ൽ ഇറങ്ങിയ സമയത്ത് ഇന്നലെയാണ് ഞാൻ ആ ഒരു സിനിമ കണ്ടത്. ആക്ച്വലി എനിക്ക് എന്നെ സംബന്ധിച്ച് തൃപ്തിപ്പെടുത്തിയ ഒരു സിനിമയാണ്. കാരണം OTT-ൽ കണ്ടത് കൊണ്ടും കൂടി ആയിരിക്കണം ഈ ഒരു സിനിമ തൃപ്തിപ്പെടുത്തിയത്. കാരണം ഇതിനു മുമ്പ് വന്നിട്ടുള്ള ബിജു മേനോന്റെ സിനിമകളായിട്ടുള്ള ഇപ്പോൾ മുണ്ടൂർ മാടന്റെ ആ ഒരു ക്യാരക്ടർ, അതുപോലെ പോലീസ് വേഷ തലവൻ എന്ന് പറയുന്ന ആ ഒരു സിനിമയിലത്തെ ക്യാരക്ടർ, അതൊക്കെ ഒരു ടൈറ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ. അതിന്ന് തീർത്തും ഡിഫറെൻ്റ് ആയിട്ട് വളരെ ലൂസ് ആയിട്ടുള്ള ഒരു നല്ലൊരു ഫാമിലി മാൻ, തൊട്ടടുത്തുള്ള നെയ്ബേഴ്സ് ആയിട്ടുള്ള എല്ലാവരായിട്ടും പെട്ടെന്ന് മിങ്കിൾ ചെയ്യുന്ന, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും വളരെ ഓപ്പണായിട്ട് വിശാല മനസ്കതയുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു മനുഷ്യൻ. അത്തരത്തിലുള്ളൊരു ക്യാരക്ടർ വളരെ നല്ല രസമായിട്ട് ബിജു മേനോൻ അത് ചെയ്തിട്ടുണ്ട്. അത് ഇദ്ദേഹത്തിന് മുന്നേ ചെയ്തിട്ടുണ്ട്. ആ ഒരു സെറ്റപ്പിലേക്ക് തിരിച്ചു വന്നതിൻ്റെ ആ ഒരു രസം ഈ ഒരു സിനിമയ്ക്കുണ്ട്. തുടങ്ങുമ്പോഴും ഒടുങ്ങുമ്പോഴും ആ ഒരു സിനിമയ്ക്ക് അതിൻ്റെതായിട്ടൊരു പേസ് ഉണ്ട്. ഇടയ്ക്ക് വെച്ചിട്ടൊരു സ്ലോ ആവലുണ്ട്. അത് കാരണം ആ ഒരു ഇഷ്യൂസ് നടക്കുന്നത് ഇങ്ങനെ കാണിച്ച് പോകുമ്പോൾ ഉള്ളൊരു ചെറിയൊരു സംഭവം. അതർവൈസ് ഈ സിനിമ എന്നെ സംബന്ധിച്ച് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇതിൽ എന്താ പറയുക, നമ്മുടെ സോഷ്യൽ മീഡിയ ജേർണലിസ്റ്റ് ആയിട്ട് ഒരു ക്യാരക്ടർ വരുന്നുണ്ട്. സോ ആ ഒരു ക്യാരക്ടറിനൊക്കെ കാണിക്കുന്ന സമയത്ത് ഇതിലൊരു സ്കോർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ സ്കോർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ചീഞ്ഞ സാധനങ്ങളിൽ ഈച്ച വന്നിരിക്കുമല്ലോ, ഈച്ച മൂളി വന്നിരിക്കും. ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ, അതായത് ചീഞ്ഞ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് അതിനെ വീണ്ടും വഷളാക്കുന്ന ഒരു സിറ്റുവേഷൻ, അതിലേക്ക് ഈ ഒരു ഈച്ചയുടെ ആ ഒരു സൗണ്ട് മിക്സ് ചെയ്തിട്ടുള്ള ഗംഭീരമായിട്ട് അത് അത്രയും കണ്ണിങ് ആയിട്ട് ആലോചിക്കാൻ കഴിവുള്ളൊരു മനുഷ്യന് മാത്രമാണ് അത് അങ്ങനെ പ്ലേസ് ചെയ്യണം എന്നുള്ള ഒരു തോട്ട് ഉണ്ടാവുള്ളൂ. അതങ്ങനെ ചെയ്യണം എന്നുള്ളൊരു സാധനം വരുള്ളൂ. അതെനിക്ക് ഭയങ്കര രീതിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു സാധനം. അത് ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്നുണ്ട്. ഈ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ ചെറിയൊരു അവിഹിതം പരിപാടിയൊക്കെ ആയിട്ട് പോകുന്നൊരു സാധനം. അതിൽ പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാമൂഹികപരമായിട്ട് നല്ലൊരു എന്താ പറയുക മെസ്സേജ് നൽകുന്ന ഒരു സിനിമ. അത്തരത്തിലുള്ള ആൾക്കാരുണ്ട്. ഇപ്പോൾ സുരാജിനെ പോലുള്ള ക്യാരക്ടർ, ടൈറ്റായി നിൽക്കുന്ന കുറച്ച് സംശയമൊക്കെ ഉള്ള ഒരു രീതിയിലുള്ള ഒരു ക്യാരക്ടർ, അതും നിലനിൽക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു കുറച്ച് പരിപാടികളെ സംബന്ധിച്ച് അവെയർ അല്ലാത്ത ഒരുപാട് ആൾക്കാർ ഈ നാട്ടിലുണ്ട്. സോ അതൊക്കെ ഗംഭീരമായിട്ട് തുറന്നു കാണിക്കുന്ന ഒരു സിനിമയായിട്ടാണ് പേഴ്സണലി എനിക്ക് നടന്ന സംഭവം തോന്നിയിട്ടുള്ളത്. ഗംഭീരം എന്ന് ഉദ്ദേശിച്ചത് തിയേറ്ററിൽ പോയി കാണുക അങ്ങനെയുള്ളതല്ല, OTT-ൽ കണ്ടതുകൊണ്ടും ആയിരിക്കാം എനിക്ക് ഒരു സിനിമ അത്ര അധികം ഇഷ്ടമാവാനുള്ള കാരണം. അതുപോലെ ബിജു മേനോന്റെ വൈഫായിട്ട് വന്നിട്ടുള്ള ആ ഒരു ക്യാരക്ടർ, അതുപോലെ സുരാജിന്റെ വൈഫായിട്ട് വന്നിട്ടുള്ള ആ ഒരു ക്യാരക്ടർ, അവരൊക്കെ അനുഭവിക്കുന്ന സംഭവങ്ങൾ മിക്കവാറും നമ്മുടെ ലോകത്ത് അല്ലെങ്കിൽ കേരളത്തിലൊക്കെ നടക്കുന്ന കുറെ കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ആ ഒരു സോഷ്യൽ മീഡിയ ജേർണലിസ്റ്റ് ആയാലും, നമ്മുടെ ജോണി ആന്റണിയുടെ പോലീസ് ക്യാരക്ടർ ആണെങ്കിലും, ആ ഒരു പോലീസ് സ്റ്റേഷനിലുള്ള ആൾക്കാർ, അതൊക്കെ നന്നായിട്ടുണ്ട്. ലാലു അലക്സിന്റെ ക്യാരക്ടർ ലാസ്റ്റ് ചെയ്തു വെക്കുന്ന ഒരു സാധനം, അതുപോലെ ക്ലൈമാക്സിലേക്ക് വരുന്ന സമയത്ത് അതിന്റെ എൻഡിങ്, ഇതൊക്കെ അത്യാവശ്യം നല്ലൊരു വിശാലമായിട്ട് ചിന്തിച്ച് എഴുതിയിട്ടുള്ള ഒരു സാധനം. എന്നാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു സ്റ്റോറി, ഒരു എക്സിക്യൂഷൻ OTT-ൽ കണ്ടതുകൊണ്ടായിരിക്കാം ഞാൻ എന്ന പ്രേക്ഷകനെ സംബന്ധിച്ച് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു നല്ലൊരു ഫീൽ ഗുഡ് മൂവി. അതാണ് നടന്ന സംഭവം എന്ന് പറയുന്നത്. നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടിട്ടുള്ളവരാണെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സോ കാണാത്തവരുണ്ടെങ്കിൽ മനോരമ മാക്സിൽ ഇത് അവൈലബിൾ ആണ്. സോ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും കണ്ടുവെക്കുക. കണ്ടതിന് ശേഷം മാത്രം നിങ്ങളുടെ അഭിപ്രായം തീർച്ചപ്പെടുത്തുക. സോ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു, ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, കമന്റ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരും മറക്കാതിരിക്കാം. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ഗൈസ്.